എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 3 ഫേസ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. കപ്പാസിറ്റർ ബാങ്കിനെ ഒരു ഇൻഡക്റ്റീവ് ലോഡുമായി ബന്ധിപ്പിച്ച് പവർ ഫാക്ടർ അളക്കുക. കപ്പാസിറ്റർ ബാങ്ക് ബന്ധിപ്പിച്ചതിനു ശേഷം പവർ ഫാക്ടറിലെ പുരോഗതി കണക്കാക്കി രേഖപ്പെടുത്തുക. നമുക്ക് പവർ ഫാക്ടർ ചർച്ച ചെയ്യാം. തന്നിരിക്കുന്ന ഇൻപുട്ട് പവറിനെ ലോഡ് എത്രത്തോളം വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വൈദ്യുതശക്തിയുടെ അനുപാതമാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു W/VA. ഏതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും പവർ ഫാക്ടർ തിരുത്തൽ വളരെ പ്രധാനമാണ്. കാരണം കുറഞ്ഞ പവർ ഫാക്ടർ ഉയർന്ന വൈദ്യുതി ബില്ലുകൾ അല്ലെങ്കിൽ പിഴകൾ, വൈദ്യുത സംവിധാനത്തിൽ നിന്നുള്ള കുറവ് വൈദ്യുതി അയക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വിധത്തിൽ കൂടുതൽ നഷ്ടം എന്നിവയ്ക്ക് ഇടയാക്കും. വൈദ്യുതധാരയുടെ ഫേസ് ചലിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. അങ്ങനെ അത് വോൾട്ടേജുമായി ഇൻ ഫേസിലാകുന്നു. പവർ ഫാക്ടർ 1 അല്ലെങ്കിൽ ഏകതയിൽ നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. അതുവഴി ഇൻപുട്ട് പവർ, അതായത് VA, പൂർണ്ണമായി ലോഡ് വഴി യാതൊരു നഷ്ടവും കൂടാതെ ഉപയോഗപ്പെടുത്തുന്നു. ലോഡ് ഒരു AC മോട്ടോറായിരിക്കുമ്പോൾ ഇൻഡക്റ്റീവ് ലോഡ് നഷ്ടമായി കണക്കാക്കുന്ന റിയാക്റ്റീവ് പവർ കാരണം പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കില്ല. അതിനാൽ റിയാക്റ്റീവ് പവർ കുറയ്ക്കുന്നതിലൂടെ നഷ്ടം കുറയ്ക്കാനും പവർ ഫാക്ടറിനെ യൂണിറ്റിയിലേക്ക് മെച്ചപ്പെടുത്തുവാനും കഴിയും. പവർ ഫാക്ടർ മെച്ചപ്പെടുത്തുന്നതിന് വ്യത്യസ്ത രീതികളുണ്ട്. എന്നാൽ ഇൻഡക്റ്റീവ് ലോഡിന് സമാന്തരമായി ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഏറ്റവും സാധാരണമായ രീതി. നമുക്കിത് പ്രായോഗികമായി ചർച്ച ചെയ്യാം. നമുക്ക് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും ശേഖരിക്കാം. 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, 3 HP, 415 വോൾട്ട് ലോഡ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെ ഒരെണ്ണം. കപ്പാസിറ്റർ ബാങ്ക് 3 ഫേസ് 415 വോൾട്ട് 1.5 kVAR ഒരെണ്ണം. 3 ഫേസ് പവർ ഫാക്ടർ മീറ്റർ 415 വോൾട്ട് 20 ആംപ്സ് ഒരെണ്ണം. വാട്ട് മീറ്റർ 500 വോൾട്ട് 100 ആമ്പുകൾ രണ്ടെണ്ണം. മൂവിംഗ് അയൺ അമ്മീറ്റർ 10 ആംപ്സ് ഒരെണ്ണം. മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ 300 വോൾട്ട് അല്ലെങ്കിൽ 600 വോൾട്ട് ഒരെണ്ണം. 4 പോൾ MCB 16 ആമ്പുകൾ ഒരെണ്ണം. ഇൻസുലേറ്റഡ് ചെമ്പ് വയർ 2.5 ചതുരശ്ര മില്ലിമീറ്റർ 20 മീറ്റർ. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ എന്നിവ ബന്ധിപ്പിക്കുക. മീറ്റർ സർക്യൂട്ട് ഡയഗ്രാമിൽ നൽകിയിരിക്കുന്നത് പോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലേക്ക് ഒരു 4 പോൾ MCB വഴി 3 ഫേസ് വിതരണത്തിലേക്ക് സർക്യൂട്ട് ബന്ധിപ്പിക്കുക. പവർ സപ്ലൈ ഓണാക്കുക. 60% ലോഡ് പ്രയോഗിച്ച് അത് രേഖപ്പെടുത്തുക. മീറ്റർ ടാബുലേഷനിലെ റീഡിംഗുകൾ. മോട്ടോറിലെ ലോഡ് കുറയ്ക്കുക. പവർ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ 3 ഫേസ് വിതരണത്തിന് സമാന്തരമായി 3 ഫേസ് കപ്പാസിറ്റർ ബന്ധിപ്പിക്കുക. പവർ സപ്ലൈ ഓണാക്കുക. അതേ 60% ലോഡ് മോട്ടോറിലേക്ക് പ്രയോഗിച്ച് ശ്രദ്ധിക്കുക മീറ്റർ ടാബുലേഷനിലെ റീഡിംഗുകൾ. കപ്പാസിറ്റർ ബാങ്ക് കണക്ഷന് മുൻപും ശേഷവും രേഖപ്പെടുത്തിയ പവർ ഫാക്ടർ താരതമ്യം ചെയ്യുക. പവർ ഫാക്ടറിൽ ഒരു പുരോഗതി നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഫോർമുല ഉപയോഗിച്ച് പവർ ഫാക്ടർ കണക്കാക്കാം. പവർ ഫാക്ടർ മീറ്ററിൽ നിന്നുള്ള അളന്ന റീഡിംഗുകളുമായി താരതമ്യം ചെയ്യാം. കപ്പാസിറ്റർ കണക്ഷന് മുൻപുള്ള പവർ ഫാക്ടർ. ഫോർമുലയിൽ വാട്ട് മീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകളുടെ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. കോസ് പൈ ഈസ് ഈക്വൽ ടു W1 പ്ലസ് W2 ബൈ 1.732 ഇൻറ്റു VL ഇൻറ്റു IL. ഈ കണക്കാക്കിയ മൂല്യം അനുബന്ധ ശക്തികളുമായി താരതമ്യം ചെയ്ത് ഫാക്ടർ മീറ്റർ റീഡിംഗുകൾ
പരിശോധിച്ച് രണ്ടും ഒന്നുതന്നെയാണെന്ന് ഉറപ്പാക്കുക. വാട്ട് മീറ്റർ റീഡിംഗുകൾ ഉപയോഗിച്ച് പവർ ഫാക്ടർ കണക്കാക്കുക. കപ്പാസിറ്റർ ബാങ്ക് ബന്ധിപ്പിച്ച് അതിനെ അനുബന്ധ പവർ ഫാക്ടർ മീറ്റർ റീഡിംഗുമായി താരതമ്യം ചെയ്യുക. സർക്യൂട്ടിന് സമാന്തരമായി കപ്പാസിറ്റർ ബാങ്ക് ബന്ധിപ്പിച്ചതിനു ശേഷം പവർ ഫാക്ടർ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ഒരു 3-ഫേസ് സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റർ ബാങ്ക് ഉപയോഗിച്ച് പവർ ഫാക്ടർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.